ജനനായകൻ സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്നു. തമിഴക വെട്രിക്കഴകം നേതാവും പ്രമുഖ നടനുമായ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന സിനിമയായി കരുതപ്പെടുന്ന ജനനായകൻ എന്ന ചലച്ചിത്രത്തിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സെൻസർ ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുകയാണിപ്പോൾ. ഡിവിഷൻ ബെഞ്ചിനെതിരെ നിർമ്മാതാക്കൾ മേൽക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആ നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. പൊങ്കൽ റിലീസിനായി ജനുവരി 9 റിലീസ് ചെയ്യേണ്ടതായിരുന്നു ഈ സിനിമ ജനനായകൻ. പക്ഷേ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ട് അനിശ്ചിതത്വത്തിലായി. ആ രീതിയിൽ ഈ കേസ് നിയമപ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നതിനിടെ സെൻസർ ബോർഡ് ഇപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു. അത് തടസ്സ ഹർജിയുടെ രൂപത്തിലാണ് ആ നീക്കം. തമിഴക വെട്രിക്കഴകം നേതാവും സിനിമാ നടനുമായ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന സിനിമയായ ജനനായകൻ വിവാദത്തിൽ സെൻസർ ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്നു. അതാണ് ഏറ്റവും ഒടുവിലത്തെ നിയമപരമായ നീക്കം. ഡിവിഷൻ ബെഞ്ചിനെതിരെ നിർമ്മാതാക്കൾ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ടാവും. അതുകൊണ്ട് അതിനു മുൻപേ തന്നെ തടസ്സ ഹർജി നൽകുക എന്നുള്ള നിയമോപദേശ പ്രകാരം ആണ് സെൻസർ ബോർഡ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്.